ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുചാടന അനുഭവ പാഠങ്ങളുടെ 7ാമത്തെ സെഷനാണല്ലോ ഇത്. ഹല്ലേലൂയ ഹല്ലേലൂയ. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ പുതുചാടന അനുഭവങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു അനുഭവമാണിത്. എൻ്റെ പക്കൽ വന്നിട്ട് ഒരു വ്യക്തി പറഞ്ഞു, അങ്ങേർക്ക് ഒരു ടൗണിൽ ഒരു നന്നായ രീതിയിൽ പ്രവർത്തിക്കുന്നൊരു കടയുണ്ട്. ആ കടയിൽ കുറേ നാളുകളായിട്ട് ബിസിനസ് വളരെ മോശമായി, അത് ഒരു തരത്തിലും മെച്ചപ്പെടുന്നില്ല. അപ്പം അന്നത്തെ കാലത്ത് അവർ ഇങ്ങനെ അന്വേഷിച്ചപ്പം ഈ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൂടോത്ര ക്ഷുദ്ര പ്രയോഗ കാര്യങ്ങളുണ്ട്, ഇങ്ങനെ നീക്കിക്കളയുന്ന ഒരു അക്രൈസ്തവ സഹോദരനെ കുറിച്ച് കേട്ടു. അവർ അവിടെ ചെന്ന് ആ മനുഷ്യനെ കണ്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ കട മുമ്പിൽ ഇങ്ങനെ കൂടോത്രം ചെയ്തത് സാധനങ്ങൾ കിടപ്പുണ്ട്, അതുകൊണ്ടാണ്, നിങ്ങൾക്ക് തടസ്സമില്ലെങ്കിൽ ഞാൻ അത് എടുത്തു കളയാം. അങ്ങനെ ഇവരത് സമ്മതിച്ചു. രാത്രി ഈ മനുഷ്യൻ അവിടെ വന്ന് ഇവർ പറയുകയാണ്, പ്രത്യേക സ്ഥലം ചൂണ്ടിക്കാണിച്ചു. അവിടെ ഇവർ പണിക്കാരെ കൊണ്ട് മാന്തിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ പോലെ ഇത്ര കെട്ടിടത്തിൽ നിന്ന് ഇത്ര അടി അകലെ ഇത്ര അടി താഴ്ച വന്നപ്പം ഇങ്ങനെ ചില തകിടുകളും കാര്യങ്ങളെല്ലാം കണ്ടെടുത്തു. അത് ഈ മനുഷ്യൻ കൊണ്ടുപോയി. ഇവർ പറയുകയാണ്, അച്ഛാ അതോടുകൂടി എൻ്റെ കച്ചവടം വളരെ മെച്ചപ്പെട്ടു. പക്ഷെ ഏതാനും നാൾ കഴിഞ്ഞപ്പം ഒരു മാസമോ അല്ലെങ്കിൽ കഴിഞ്ഞപ്പോൾ വീണ്ടും കച്ചവടം വളരെ മോശമായി. വല്ലാണ്ട് മോശമായപ്പോൾ വീണ്ടും സംശയം വന്നിട്ട് ഇവർ വീണ്ടും ഈ മനുഷ്യനെ പോയി കണ്ടു. ഈ മനുഷ്യൻ പിന്നെ ആ മനുഷ്യൻ രീതിക്ക് നോക്കിയിട്ട് പറഞ്ഞു, അത് വീണ്ടും വന്നിട്ടുണ്ട്, വീണ്ടും ഉണ്ട് സംഭവം, എടുക്കാം. വീണ്ടും എടുപ്പിച്ചതുപോലെ തന്നെ ഇത് 3ാമത് സംഭവിച്ചു, 4ാമത് സംഭവിച്ചു. അപ്പോൾ ഇവർ പറയും, അച്ഛാ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് തീരെയായിരുന്നു പരിപാടി, അവിടെ പരിപാടി നിർത്തി. ഞാനിങ്ങനെ ഈ മനുഷ്യനെ സംസാരിച്ച് ഒരിക്കൽ ഞാൻ ടൗണിൽ കൂടെ പോകുമ്പോൾ ഈ കടയുടെ ഭാഗത്ത് വന്നപ്പം ഈ കടക്കാരനെ വിളിച്ചത്, അച്ഛാ ഇന്നാൾ ഞാൻ പറഞ്ഞ ഒരു ക്രൈസ്തവ സഹോദരനില്ലേ, ഇത് വരുന്ന ആളാണ്, അച്ഛനെ വല്ല സംശയമുണ്ടോ ചോദിച്ചാൽ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മനുഷ്യനെ ഒന്ന് വിളിച്ച കടയിലോട്ട് കയറ്റിയിട്ട് ഞാൻ കടയിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിച്ചു, എന്താ ഈ സംഭവം ചുമ്മാ അറിയാൻ വേണ്ടി ചോദിക്കുക. അപ്പോൾ എനിക്കിത് വലിയ അനുഭവമൊന്നുമില്ല അങ്ങനെ. അപ്പോൾ ആ മനുഷ്യൻ പറയാം, അച്ഛാ ഇത് ഞാൻ ഇങ്ങനെയുള്ള ഒരു പരിപാടി ആർക്കിട്ടും എതിരെ ഉപദേശിക്കാനൊന്നും പോകുന്ന ആളല്ല, പക്ഷെ ഇങ്ങനെ വിഷമിക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്, അവരെ സഹായിക്കാൻ പോകും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പെൻഡുലം ഒക്കെ തന്നെ കാണിച്ചു. ആ പെൻഡുലത്തിൽ ഇങ്ങനെ അരുത്ര വെള്ളിച്ചൻ്റെ ചില ലോക്കറ്റുകളുണ്ട്, ഏറ്റുമാനൂരപ്പൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെ കുറേ അതെല്ലാം ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഞാൻ ആരും ഉപദ്രവിക്കാറ്, പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം സഹായം എടുത്തുകൊണ്ടാണ് വെച്ചാൽ ഞാനിത് എടുക്കാൻ പോകുന്നത്. ഞാനിത് എടുത്തിട്ട് കൊണ്ട് ചാണകവെള്ളം തളിച്ചിട്ട് കൊണ്ട് ഇങ്ങനെ ആറ്റിക്കൊണ്ട് കളയും, അങ്ങനെ ചെയ്യുന്നത്. അപ്പം അന്ന് അങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ പോന്നു. പിന്നീട് ഈ കടക്കാർ എന്നെ വന്ന് കണ്ട് സംസാരിക്കുക, അച്ഛാ എന്താ ചെയ്യുന്നത്, ഇതിങ്ങനെ പിന്നെയും പിന്നെ വരികയാണല്ലോ. അന്നേരം എനിക്ക് അധികം അറിഞ്ഞുകൂടാ. പക്ഷെ പിന്നീട് ഈ മേഖലയിൽ പഠിക്കുകയും നിരീക്ഷിക്കുകയും പിന്നെ പ്രാർത്ഥനയിൽ ഇടപെടുകയും ചെയ്തപ്പം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഉണ്ടെന്ന് എനിക്ക് നല്ലൊരു ബോധ്യമായി. ഒന്ന്, ഈ കൂടോത്ര സാധനങ്ങളോ ക്ഷുദ്രപ്രയോഗ വസ്തുക്കൾ, ആഭിചാര കർമ്മങ്ങൾ, ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ് എന്നൊരു ചിന്ത അനേകർക്കുണ്ട് നമ്മുടെ ഇടയിൽ. അടുത്ത കാലത്ത് ഒരു വ്യക്തി പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്തെങ്കിലും പറഞ്ഞു. പക്ഷെ ഇതൊക്കെ അന്ധവിശ്വാസമല്ല വെച്ചാൽ ഞങ്ങളതൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അന്ധവിശ്വാസമല്ല, നമ്മളിത് അതിനകത്ത് വിശ്വസിക്കേണ്ട, പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അന്ധവിശ്വാസത്തിൻ്റെ കാര്യമല്ല. ഇത് പൈശാചികമായ പ്രവർത്തനങ്ങളുടെ മേഖലയാണ്. ഞാൻ പറയും, ബൈബിളിലേക്ക് നമ്മൾ നോക്കിക്കുക, സംഖ്യയുടെ പുസ്തകത്തിൽ 22, 23, 24 അധ്യായങ്ങളിൽ ബാലാക്ക് രാജാവ് ബാലാം എന്ന ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇസ്രായേൽക്കാർക്കെതിരെ ആഭിചാരം ചെയ്യിക്കാൻ നോക്കുന്ന സംഭവമുണ്ട്. അവിടെ ആഭിചാരം ചെയ്ത് നോക്കിയിട്ട് വിജയിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഈ ബാലാം പറയുന്നൊരു പ്രസ്താവന നമുക്ക് വളരെ ഹൃദ്യസ്ഥമാണ്. സംഖ്യ 23, യാക്കോബിന് ആഭിചാരം എടുക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. ചിലപ്പോഴൊക്കെ ആൾക്കാർ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ പറയും, അച്ഛാ കണ്ടോ ഇസ്രായേലിനെ യാക്കോബിന് ഒന്നും ഏഷ്യ, പിന്നെ നമ്മൾ ഇതിനെ പേടിക്കുന്നത് ചിന്തിക്കുന്നവരുമുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇങ്ങനത്തെ കാര്യം ഉണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഇത് ബൈബിൾ പറയുന്ന കാര്യമാണ്. രണ്ടാമത്തേത്, ഇത് നമുക്കിട്ട് ഫലിക്കുമോ ഇല്ലെന്നുള്ളതാണ്. ഇത് ഫലിക്കാതിരിക്കണമെങ്കിൽ ചില പ്രത്യേക വ്യവസ്ഥകൾ നമ്മൾ നിറവേറ്റിയിരിക്കണം. എന്താണ് ആ വ്യവസ്ഥ എന്ന് പറയുന്നത്? അവിടെ സംഖ്യയുടെ പുസ്തകത്തിൽ ഈ ബാലാം ഇങ്ങനെ ഇസ്രായേൽക്കാരെ ആഭിചാരം തകർക്കാനായിട്ട്, ബാലാക്ക് രാജാവ് മോഹരാജാവാണ്, അങ്ങേരെ ഇസ്രായേൽക്കാരെ കണ്ട് പേടിച്ചിട്ട് യുദ്ധം തോപ്പിക്കാൻ പറ്റിയെന്ന് കണ്ടു കഴിയുമ്പോഴാണ് ഈ ബാലാമിനെ പിടിച്ചുകൊണ്ടുവന്ന് ആഭിചാരം ചെയ്ത് അവർ തകർക്കാൻ നോക്കുന്നത്. അതാണ് വിജയിക്കാതെ പോകുന്നത്. വിജയിക്കാതെ വരുന്നതിൻ്റെ കാരണവും അവിടെ ഈ 23-ാം വാക്യം തൊട്ട് മുമ്പ് 21
തന്നെ ബാലാം പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഇതാ ഈ ജനത മറ്റു ജനതകളോട് കലരാതെ ദുഷ്ടതയില്ലാതെ പാർക്കുന്ന ഒരു ജനം, അവരുടെ ദൈവം അവരുടെ കൂടെയുണ്ട്. അവരുടെ ദൈവം അവരുടെ കൂടെയുണ്ട്. അവരുടെ ദൈവം അവർ തിന്മ കണ്ടില്ല, അവരുടെ ദൈവസാന്നിധ്യമുണ്ട്. ഇപ്പൊ ദൈവം കൂടെയുള്ള ഒരു ജനമായതുകൊണ്ടാണ് അവരെ അവിചാരം വഴി തകർക്കാൻ തനിക്ക് പറ്റുന്നില്ലാത്തതെന്ന് ബാലാം വ്യക്തമാക്കി പറയുകയാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. അപ്പൊ രണ്ട് കാര്യങ്ങളോട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്: ഒന്ന്, ഈ അവിചാര കർമ്മങ്ങൾ ശ്രദ്ധപ്രിയം ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം, അന്ധവിശ്വാസത്തിന്റെ ഭാഗമല്ല. രണ്ടാമത്തേത്, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉള്ളവരായി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏഷ്യയല്ലാത്ത അവസ്ഥയിലേക്ക് വരാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ കണക്കാട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇത് പെറുക്കി കളഞ്ഞ് തീർക്കുക എന്നുള്ളതല്ലായിരിക്കും പ്രതിവിധി, മറിച്ച് ദൈവം നമുക്ക് നൽകിയ സമയത്തിലേക്ക് വരിക എന്നുള്ളതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.